ബഹുമാനപ്പെട്ട എന്റെ കുടിയന്മാരെ, ഞാൻ പറയാൻ വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ കാത്തിരിപ്പിന്റെയും ഫലമായിട്ട് നമ്മുടെ സ്വപ്നം സ്വപ്നം നടക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഈ ബീവറേജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പിന്നെ വേറൊരു കാര്യം, മന്ത്രി വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം നല്ല അടപ്രഥമം പായസം ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. നമ്മൾ കുടിയന്മാരുടെ ഒത്തൊരുമയും കൂട്ടായ്മയും കൊണ്ട് നമ്മുടെ പരിശ്രമം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ബിവറേജ് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചു, ആ കേരള കുടിയൻ അസോസിയേഷൻ. നമ്മളുടെ പ്രസിഡന്റ് നമ്മളെ മധുവണ്ണനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ മധുവണ്ണൻ പറയും. നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓളമാണോ? ഈ മധു എന്ന് പറയുന്ന അളിയൻ നിങ്ങളാ പൊന്നു സുഹൃത്തെ. അയ്യോ, ഞാനാണോ മധു? പിന്നെ നിങ്ങളല്ല മധു. ബോധമില്ല. നീ അവിടെ ഭൂമി ചാറടിക്കാതെ ഒരിടത്ത് നില്ല്. പ്രിയപ്പെട്ട കുടിയന്മാരെ, നമ്മൾ ഇന്നിവിടെ ഒരു ബിവറേജ് തുടങ്ങുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മന്ത്രി ഇവിടെ വരും. അപ്പൊ നമ്മുടെ സംഘടനയായ ആൾ കേരള കുടിയൻ അസോസിയേഷൻ അപ്പൊ നമ്മൾ ചില തീരുമാനങ്ങള് നമ്മളെ എടുത്തിട്ടുണ്ട്. മന്ത്രി വരാൻ നേരത്ത് നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ഒരു നിവേദ്യമായി മന്ത്രിക്ക് കൊടുക്കും. ഏത് അമ്പലത്തിലെ നിവേദ്യം? നിവേദ്യമല്ല, നിവേദനം. നിവേദനം നമ്മൾ കൊടുക്കും. അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കുടിയന്മാരുടെ സംഘടന തീരുമാനങ്ങൾ: കുടിച്ചു മരിച്ചവരുടെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണം. സർക്കാരിന് എന്താ കാരണം? സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ അവര് കുടിച്ചു ചാവുന്നത്? അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ലിവർ സിറോസിസ് വന്ന് മരിക്കുന്നവർക്ക് ആചാരവെടി എന്ന് വെച്ചാ ചത്ത് കിടക്കുമ്പോ മേലോട്ട് വെടി വെക്കൂലേ? അടുത്തത്, 24 മണിക്കൂറും ഫിറ്റായി നടക്കുന്നവരെ മദ്യഭൂഷണം അവാർഡ് നൽകി ആദരിക്കണം. അതുകൊണ്ട് നിങ്ങളെ പെണ്ണും പിള്ളേരും കുറെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളും അവിടെ സംഘം ചേർന്ന് നിൽക്കുകയാണ്. എന്താണ് പരിപാടി എന്ന് എനിക്കറിയത്തില്ല. അണ്ണാ, നിങ്ങളെ പെണ്ണുമ്പിള്ളാണെങ്കിൽ നമ്മളെ എല്ലാരും പെണ്ണുമ്പിള്ള പറയാൻ കാണാം. എന്തിനാണ് പറഞ്ഞത്? ഇത് മുടക്കാൻ കൊടുക്കരുത്. നമ്മളുണ്ടെന്നാണല്ലോ ഇവിടെ. ഞങ്ങളുണ്ടെണ്ണ കട്ടയ്ക്കെന്തോളം നിന്നോ? ബിവറേജ് നമുക്ക് വേണ്ടേ വേണ്ട. ബിവറേജ് നമുക്ക് വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. ബിവറേജ് നമുക്ക് വേണ്ടേ വേണ്ട. ബിവറേജ് നമുക്ക് വേണ്ടേ വേണ്ട. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവളുമാരുമായിട്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് കറങ്ങാതെ വീട്ടിൽ. ഭാര്യ ഭർത്താവ് വീട്ടില്. ഇവിടെ നിങ്ങൾ മധു, ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റുമാണ്. ആ രീതിക്ക് വേണം എന്നോട് സംസാരിക്കാനായിട്ട്. കേട്ടില്ല? ഇനി മധു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, പിന്നെ ഒരു പ്രസ്ഥാനമാണ്. സംശയം ഉണ്ട്? ആരെ കാണാൻ? അവിടെ ഒന്നുമില്ലല്ലോ. എന്നെ കൂവന്തിര കട്ടയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് കട്ടയ്ക്ക് എറിമേടിച്ചാണ് ഞാൻ. ഒരിടത്ത് മനസ്സമാധാനോട്ട് ഒരു മനുഷ്യനെ നിൽക്കുകയല്ലേ? എന്താ നിങ്ങളുടെ പ്ലാൻ? അല്ല കുറ്റിയും പുറത്തേക്കോട്ട് വന്നോണ്ട് ചോദിച്ചെന്നുള്ളൂ. മര്യാദക്ക് ഇപ്പൊ വീട്ടിൽ ഇല്ലെങ്കിൽ അടി ശരിയാക്കി കളയും. അവിടെ അവിച്ച് വെച്ചിരിക്കുന്ന അടിച്ച് ശരിയാക്കുമെന്നറാ. എന്തിനാടാ ഇങ്ങനെ കടന്റെ കൂട് പോലത്തെ താടിയും വെച്ചോണ്ട് നടക്കുന്ന ആണുങ്ങളായ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തണം. എന്റെ സ്വഭാവം മാറ്റിയാൽ വീട്ടിൽ അടിക്കാണ് അവിടെ കാണാൻ മുളക്കെ. എന്നിട്ട് വേണം ഞാനിവിടെ എത്താട്ട് ചുരുണ്ട് കിടക്കാൻ വേണ്ടിട്ട്. എന്തോന്ന് കിഴങ്ങും വേണം. നീ ഭാര്യമാരെ എത്രയ്ക്ക് പേടിയാണ്? അതൊക്കെ ഞാൻ എന്റെ അനുസരണമുള്ള ഭാര്യ. അവൾ ഇതിന്റെ ഇടയിൽ ഇവളുമാരുടെ ഇടയിൽ ഉണ്ടാന്ന് നോക്കടാ. അതങ്ങനെ നിന്റെ മുടിഞ്ഞ മുടി കാരണം അവൻ വേറെ തന്നെ ഇറങ്ങിപ്പോയില്ല അവള്. പിന്നെങ്ങനെ അവളും കാണാത്തെ മധുവണ്ണം ബാക്കി പറ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? പരിപാടി തുടങ്ങിയാലോ? അതെ, നമ്മൾ ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമസ്കാരം.
നമ്മുടെ നാടിന്റെ സ്ത്രീ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ അവർകൾ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നുണയൊന്നും പറയാത്ത ചേച്ചി. വളരെയധികം വിഷമത്തോടുകൂടിയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ബിവറേജ് തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഞങ്ങൾ വരും, കുടിക്കും, മേടിക്കും, കൂത്താടും. നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട പൈസയാണ് ഇവര് കള്ളു കുടിച്ച് ഇവിടെ കിടന്ന് എഴയാൻ പോകുന്നത്. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കുന്നത്. നാടകക്കാരി വീട്ടിൽ വന്നിട്ട് പോരെ ആക്ടിംഗ് ഒക്കെ. ലൈഫ് കളിക്ക് 10 പേര് എന്താണെന്ന് വെച്ചാൽ ഞാൻ കളിച്ചോളാം. ഇവിടെ ബിവറേജ് തുടങ്ങാൻ ഞങ്ങൾ സ്ത്രീകൾ സമ്മതിക്കത്തില്ല. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാണ്, ഇവളുമാരെ ഇടയില് നമ്മളെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ആണൊരുത്തൻ നട്ടുള്ള ഏവനെങ്കിലും ഒരുത്തം ഉണ്ടാ നോക്കണേ. ചമ്മിയാടി എടി ഉണ്ടാക്കണ്ടി. നിനക്ക് 4 വേണം നാക്കായിരുന്നല്ല. എടി നമ്മളെ ബിവറേജിനകത്ത് ബില്ലടിക്കാണെങ്കിൽ ഒരു പെണ്ണുണ്ട് ഇല്ലേ? ഒരു പെണ്ണുണ്ട്. എടി ആങ്കിലും ഒരുത്തം ഉണ്ടാടി, ഒരു കണ ഉണ്ടാടി, റബ്ബർ മൂക്കി. നിനക്കിപ്പോ എന്താടി? ഇവിടെ ബിവറേജ് ഉളക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് ഇവിടെ മന്ത്രി വന്ന് ഈ ബിവറേജ് ഉദ്ഘാടനം ചെയ്യുമെങ്കിൽ ഈ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ ചാവും. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല, ഒറിജിനൽ മണ്ണെണ്ണയാണ്. ഈ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ ചാവും. നീ കളിക്കല്ലേ? എന്റെ കളിക്കല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇവിടെ ബിവറേജ് ഉറക്കാൻ ഞാൻ സമ്മതിക്കില്ല. മധു, നമ്മുടെ സ്നേഹമൊക്കെ ശരി തന്നെ, പക്ഷെ നീ ഷോണിക്കാതെ പോടെ. ചേട്ടാ, ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞത്? സത്യമാണ് ചേട്ടൻ ഇവിടെ ബിവറേജ് തുടങ്ങാൻ ഇഷ്ടമല്ലേ? ആ വാക്കിനി പറയരുത്. ബിവറേജ് ഇവിടെ തുടങ്ങാൻ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് ചാവും. എന്റെ കുടുംബാണോ? ചേട്ടാ, ചേട്ടൻ ധൈര്യമായിട്ട് നിന്നോ. ഞങ്ങൾ കട്ടയ്ക്ക് കൂടുതലുണ്ട്. രാജചേട്ടൻ കീ ജയ്, രാജചേട്ടൻ കീ ജയ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവന്റെ കൊടുത്തിട്ടാ പട്ടം ചേർന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആണില്ല. നിൽക്കുന്ന ഊഷരാണ്. ഇതിനെന്താന്നറിയോ പറയുന്നത്? ഇതാണ് സാമൂഹ്യ പ്രതിബദ്ധത. സാമൂഹ്യ പ്രതിബദ്ധത നല്ല പറയേണ്ടത്. ഇവൻ ഉച്ചരും ആണല്ല. പിന്നെ ഇവന്റെ പണി എന്താണെന്നറിയോ? എന്ത്? ഇവിടെ ബിവറേജ് വന്നു കഴിഞ്ഞാൽ ഇവന്റെ കച്ചവടം നടക്കുവോ? ഇതൊക്കെ ഈ നാറിയുടെ സത്യമാണോ ചേട്ടാ? അല്ല, ചെറുതായിട്ടുണ്ട്. ആഴ്ചയിൽ ഞാൻ ഒരു 1000 ലിറ്റർ മാറ്റും. എന്നാലും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ വടക്കിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ വരും, മന്ത്രി വരും. ചേച്ചി, എന്തായാലും കാര്യങ്ങൾ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. പ്ലാനിങ് മുഴുവനും പോയിക്കാൻ നമുക്ക് പ്ലാൻ ബി സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങള് ഞങ്ങളുടെ അടുത്ത പ്ലാൻ എടുക്കാൻ പോവാം. തുടങ്ങിയോ? അയ്യോ, 1-ാം തീയതി ബിവറേജ് തുറക്കുക. എന്താണ് ഇത്? 1-ാം തീയതി ബിവറേജ് തുറന്ന് പ്രവർത്തിക്കുക. 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 ബിവറേജിന് അവധി കൊടുക്കാതിരിക്കുക. ബിവറേജിന് അവധി കൊടുക്കാതിരിക്കുക. ചാടി കയറി അങ്ങോട്ട് പോവല്ലേ, സന്തോഷിക്കല്ലേ? അല്ല, അത് കൈയടിച്ചത്. അതാണ് കൈയടിച്ച് കൊടുക്കരുത്. നിങ്ങൾ പോക്കേണ്ടപ്പോ മനസ്സിലായി സന്തോഷിച്ചാണ് പോണെന്ന്. ഇത്ര നേരം അവളുമാര് നിർത്തണമെന്നാണോ പറഞ്ഞത്? അതെ. എന്തുകൊണ്ടായിരിക്കും നിർത്തണ്ടെന്ന് പറയാൻ കാര്യം? എന്തോ നിഗൂഢതയുണ്ട്. നിഗൂഢത CBI അന്വേഷിക്കുക. നിങ്ങളെന്ത് ചോദിക്കണം? 1-ാം തീയതി ബിവറേജ് തുറക്കാൻ നിങ്ങൾ സമരം ചെയ്യേണ്ട കാര്യം എന്തുവാ? അതെ, ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നിവരാൻ പോണില്ല. അതുപോലെ തന്നെയാ നിങ്ങൾ കുടിയന്മാരുടെ കാര്യം. നിങ്ങൾ കുടി ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അതെന്താ? 1-ാം തീയതി ബിവറേജ് അടക്കുമല്ല. അപ്പൊ നിങ്ങൾ എവിടെ പോയാ കള്ള് മേടിക്കാറ്? അല്ലേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ബ്ലാക്കിന് മേടിക്കും. 500 രൂപയുടെ സാധനം നിങ്ങൾ എത്ര രൂപയ്ക്കാ മേടിക്കുന്നത്? 3000 രൂപയ്ക്ക് മേടിക്കും. അപ്പൊ 2500 രൂപ കൂടുതലല്ലേ കൊടുക്കുന്നത്? ആ പൈസ നമ്മുടെ കുടുംബത്തിലോട്ട് വരേണ്ടതല്ലേ? 1-ാം തീയതി ബിവറേജ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബിവറേജ് വരട്ടെ. 2500 രൂപ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കിടക്കുമല്ലോ. ബിവറേജ് വരട്ടെ. ഈ അവധിയുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ പൈസ വേണം. അത് അവർക്ക് മനസ്സിലായി. ടെസ്റ്റ് നമ്മളിങ്ങനെ 2 നിൽക്കേണ്ടവരല്ല. നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി ഈ കേരളത്തിൽ നിൽക്കേണ്ടവരാണ്. ബിവറേജിന് അവധി വേണ്ടെന്ന് വെളിയങ്ങോട്ട്. 1-ാം തീയതി ബിവറേജിന് അവധി വേണ്ട. 1-ാം തീയതി ബിവറേജിന് അവധി വേണ്ട.